അങ്ങനെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞു. ആരുടെ? ഡെസിമൽ നമ്പേഴ്സിൻ്റെ അല്ലേ. അതായത് ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. ഇനി നമുക്ക് ഗുണിക്കാനും ഹരിക്കാനും പഠിച്ചാലോ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സോ ഞാനിവിടെ ഈ കാണിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഞാനിവിടെ 2.2 ഇൻറ്റു 0.01 എന്ന് എഴുതി. ഓക്കെ, 2.2 ഇൻറ്റു 0.01. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡെസിമൽ പോയിന്റിനെ അങ്ങോട്ട് മറന്നു കളയുക. ഓക്കെ, ഡെസിമൽ പോയിന്റിനെ ഞാൻ മറന്നു കളയുക. അല്ലാതെ എന്ത് ചെയ്യണ്ട, നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്ത പോലെ സീറോകൾ ഇട്ടിട്ട് എന്ത് ചെയ്യണ്ട, ബാലൻസ് ചെയ്യണ്ട. ഡെസിമൽ പോയിന്റിനെ ആദ്യം ഞാൻ മറന്നു. 22 ഇൻറ്റു 1 ഈക്വൽ ടു 22 എന്ന് എഴുതി. അപ്പോൾ എൻ്റെ ഉത്തരം 22 ആണ്. സോ 22 എന്നുള്ളത് 2.2 ഇൻറ്റു 0.01 ആഡ് ചെയ്താൽ എന്തായാലും 22 വരില്ല, ഡെസിമൽ നമ്പേഴ്സ് വരും. സോ എനിക്ക് എനിക്ക് അറിയുന്ന മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് എനിക്ക് 22 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞു. ഇനി ഡെസിമൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ പോലെ. ഡെസിമൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, കൗണ്ട് വേണം. സോ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെയോ 2 ആണ്. സോ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ, 3. കണ്ടോ, ഫസ്റ്റിലെ നമ്പറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറും സെക്കൻഡ് നമ്പറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറും, രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 3 കിട്ടി. സോ എൻ്റെ ആൻസറിൽ എത്ര നമ്പർ ഉണ്ടായിരിക്കും, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഉണ്ടായിരിക്കും. സോ 2 എന്ന് വന്നു. ഇനി 2 എന്നുള്ളത് ഞാൻ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്യണം. 1 2 3 നമ്പർ ഉണ്ടോ? ഇല്ല, അവിടെ ഞാൻ 0 ഇട്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ മനസ്സിലായോ എവിടെ 0 ഇട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളത്? 0.022. സോ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് കാണുന്നില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിലോ, ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഇതാ കണ്ടോ, 1.21 ഡിവൈഡഡ് ബൈ 0.11. സോ 1.21 ഡിവൈഡ് ബൈ 0.11. സോ ഇതിന് 2 കേസ് ഉണ്ട്. 1.21 ഡിവൈഡഡ് ബൈ 1.1 ഉണ്ട്, അതുപോലെ തന്നെ 1.21 ഡിവൈഡ് ബൈ 0.11 ഉണ്ട്. സോ ഇതിൽ ഡെസിമൽ പോയിന്റ് ഇടുന്ന സ്ഥലത്തിനാണ് പ്രത്യേകത ഉണ്ടാവുക. ശ്രദ്ധിച്ചോ, ഞാനിവിടെ ഡെസിമൽ പോയിന്റിനെ മറന്നു. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം, എന്നിട്ട് അതിനെ തിരിച്ചു വിളിക്കണം. സോ 121/11 ഈക്വൽ ടു 121/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 തന്നെയാണ് ആൻസർ. സോ 11 എന്നുള്ള എനിക്ക് ആൻസർ കിട്ടി. ഇവിടെയും 121/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 തന്നെയാണ് ആൻസർ. സോ ഇനി എനിക്ക് ഈ ഒരു നമ്പറിൻ്റെ, അതായത് 1.21 ഡിവൈഡഡ് ബൈ 0.11 എന്ന് പറയുന്ന നമ്പറിനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡെസിമൽ നമ്പറാണ് കിട്ടുക എന്ന് അറിയണം. സോ ഞാൻ കൗണ്ട് നോക്കുകയാണ്. 2 ആണ് കൗണ്ട്, ഇവിടെയും 2 ആണ് കൗണ്ട്. സോ ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ കേസിൽ ഞാൻ ചെയ്തത് എന്തായിരുന്നു, അഡീഷൻ ആയിരുന്നു. ബട്ട് ഈ കേസിൽ ഞാൻ ചെയ്യുന്നത് എന്താ, സബ്ട്രാക്ഷൻ ആണ്. 2 - 2, ഇവിടെ 2 പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. സോ 2 - 2 ഈക്വൽ ടു 0. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നിടത്ത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ എണ്ണം എത്ര ആയിരിക്കും, 0. സോ ദ ആൻസർ വിൽ ബി 11. 11ൽ വേറെ ഡെസിമൽ നമ്പേഴ്സ് ഒന്നും വരില്ല. പക്ഷേ ഈ കേസ് നോക്കിയേ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ ഇതിനെ ഞാൻ മൈനസ് ചെയ്തു. 2 - 1 ഈക്വൽ ടു 1. സോ എൻ്റെ കേസ് 11 ആണെങ്കിൽ 2 - 1 എന്ന് ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ ഉണ്ടായിരിക്കുള്ളൂ. സോ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ 1.1 തന്നെ ആൻസർ കിട്ടും. സോ 1.21 ഡിവൈഡ് ബൈ 1.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 തന്നെയാണ് എനിക്ക് എന്ത് വരിക, ആൻസർ വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുക. സോ നമ്മളെ ബേസിക് ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് എന്താ ഉള്ളത്, ഡെസിമൽസ് ടു ഫ്രാക്ഷൻ ആണ്. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.